ഹായ് ഫ്രണ്ട്സ്, GB വിഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ് ബയോളജിയിലെ ഒന്നാമത്തെ പാഠഭാഗത്തിന്റെ 3ാമത്തെ എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാഡീവ്യൂഹത്തിന്, നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യൂഹത്തിന്റെ ഘടനയിൽ അതിന്റെ അടിസ്ഥാന ഘടകമായ ന്യൂറോണുകളെയാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? ദ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നാഡീവ്യൂഹത്തിന്റെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകമായ ന്യൂറോണുകൾ, അതിന്റെ ഘടനയും അത് എങ്ങനെ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കുന്നു, ആവയങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ആവയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ന്യൂറോൺ നാഡീവ്യൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ പറയേണ്ടത് നാഡീവ്യൂഹത്തെ കുറിച്ചാണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ നാഡീവ്യൂഹവും അതുമായി ബന്ധപ്പെട്ട അതിന്റെ മറ്റു ഭാഗങ്ങളെയും സംബന്ധിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മനുഷ്യ നാഡീവ്യൂഹത്തെ പൊതുവിൽ 2ആയി കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. മൊത്തത്തിൽ നമ്മുടെ നാഡീവ്യൂഹത്തെ 2ആയി തരംതിരിക്കുന്നു. മനുഷ്യ നാഡീവ്യൂഹം, നാഡീവ്യവസ്ഥ, അതിനെ 2ആയി കാറ്റഗറൈസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഒന്ന്, കേന്ദ്ര നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS എന്ന് പറയും. മനുഷ്യ നാഡീവ്യൂഹത്തിന്റെ 1ാമത്തെ ഭാഗം കേന്ദ്ര നാഡീവ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം. 2, പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നാഡീവ്യവസ്ഥ, PNS, പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മുടെ മനുഷ്യ നാഡീവ്യൂഹത്തെ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും 2ആയി കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 ഭാഗങ്ങളെയും നമുക്ക് മോശമല്ലാത്ത രീതിയിൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതില് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ 1ാമത്തെ ഭാഗം ബ്രെയിനാണ് അഥവാ മസ്തിഷ്കം. ബ്രെയിൻ കേന്ദ്ര നാഡീവ്യൂഹത്തിലെ 1ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മസ്തിഷ്കം, തലച്ചോറ്. 2, സുഷുമ്ന. 2ാമത്തെ ഭാഗം സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ് എന്ന് പറയും. സുഷുമ്നയുടെ ഇംഗ്ലീഷ് സ്പൈനൽ കോഡാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കവും ഉണ്ട്, സുഷുമ്നയുണ്ട്, ബ്രെയിനുണ്ട്, സ്പൈനൽ കോഡ്. എന്നാൽ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉള്ളത് 12 ജോഡി 12 pairs of ക്രാനിയൽ നെർവ്സ് അഥവാ ശിരോനാഡികൾ. ക്രാനിയൽ നെർവ്, ക്രാനിയൽ നെർവ്സ്, തലച്ചോറിൽ നിന്ന് തലയിൽ നിന്ന് ഉണ്ടാകുന്ന 12 ജോഡി നാഡികളും 31 പെയർ 31 ജോഡി സുഷുമ്ന നാഡികൾ. സുഷുമ്ന നാഡികൾ അഥവാ സ്പൈനൽ നെർവ്സ്. ഓർക്കുക, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 12 ജോഡി ശിരോനാഡികൾ, തലച്ചോറിൽ നിന്നും അതിന്റെ ചുറ്റുഭാഗത്തു നിന്നും ഉണ്ടാകുന്ന 12 ജോഡി നാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും സ്പൈനൽ നെർവ്സും ഉൾക്കൊള്ളുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മനുഷ്യ നാഡീവ്യൂഹത്തെ നമുക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും
പെരിഫറൽ നാഡീ വ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ മസ്തിഷ്കവും സുഷുമ്നയുമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് 12 ജോഡി ശിരോനാഡികൾ അഥവാ ക്രാനിയൽ നെർവ്സും 31 ജോഡി സുഷുമ്ന നാഡികൾ അഥവാ സ്പൈനൽ നെർവ്സുമാണ് ഉൾക്കൊള്ളുന്നത്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ നാഡീ വ്യവസ്ഥ. ആ നാഡീ വ്യവസ്ഥയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാന ഘടകമായിരുന്നു കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ന്യൂറോണുകൾ എന്ന് പറയും. ഓക്കെ, ന്യൂറോണുകൾ, നിരവധി ന്യൂറോണുകൾ, ആക്സോണുകൾ ചേർന്നുണ്ടാകുന്നതായിരുന്നു നാഡി. ഇത് നമ്മളോട് പറയണ്ട്. ആ നാഡി ഉൾപ്പെടുന്ന വ്യവസ്ഥയാണ് നാഡീ വ്യവസ്ഥ. കേന്ദ്രവുമായി ബന്ധപ്പെട്ട നാഡീ വ്യവസ്ഥ കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയും. അതിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് നാഡീ വ്യവസ്ഥയുടെ കാറ്റഗറൈസേഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അതിന്റെ വിശദീകരണം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളെ മുഴുവനായിട്ട് കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ ആദ്യം നമുക്ക് കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന 2 ഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം, വിശദമായിട്ട് പരിചയപ്പെടാം. നമുക്ക് ആദ്യം കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ഒന്നാമത്തെ അവയവമായ മസ്തിഷ്കം അഥവാ തലച്ചോറ് അഥവാ ബ്രെയിൻ, മസ്തിഷ്കം. കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം, ബ്രെയിൻ. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ മാത്രമല്ല, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തീർച്ചയായിട്ടും മസ്തിഷ്കം തന്നെയാണ്. മറ്റു അവയവങ്ങൾക്ക്, ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അങ്ങനെ ഇല്ല എന്നല്ല. എങ്കിലും ഈ പറഞ്ഞ മറ്റുള്ള എല്ലാ അവയവങ്ങളുടെയും നിയന്ത്രണ കേന്ദ്രം, ഒരു കമ്പ്യൂട്ടറിന് CPU എന്നതുപോലെ നിയന്ത്രണ കേന്ദ്രമാണ് മസ്തിഷ്കം അഥവാ തലച്ചോറ്, ബ്രെയിൻ എന്ന് പറയുന്നത്. ഹൃദയമാണെങ്കിലും വൃക്കയാണെങ്കിലും കരളാണെങ്കിലും ഇത്തരത്തിലുള്ള മറ്റേത് അവയവവും ഏത് രീതിയിലാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് തലച്ചോറിൽ നിന്നാണ്, ബ്രെയിനിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നിയന്ത്രണ കേന്ദ്രം എന്ന അർത്ഥത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തലച്ചോറാണ്, ബ്രെയിനാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രെയിൻ പ്രാധാന്യമർഹിക്കുന്ന ഒരു അവയവമായതുകൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായും സംരക്ഷണവും കൂടും. തലച്ചോറ് വ്യക്തമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവയവമാണ്. പ്രധാനമായും 2 സംരക്ഷണ സംവിധാനങ്ങളാണ് തലച്ചോറിന് കാണപ്പെടുന്നത്. തലച്ചോറിന്റെ ഏറ്റവും പുറമെയായി അസ്ഥി നിർമ്മിതമായ ഒരു ആവരണം കാണുന്നുണ്ട്. അതിന്റെ പേര് തലയോട് എന്നാണ്, അഥവാ സ്കൾ, തലയോട്ടി എന്ന് നമ്മൾ പറയും. തലയോട്, സ്കൾ. തലച്ചോറിനെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉറപ്പുള്ള സംരക്ഷണ കവചമാണ് തലയോട്, തലയോട്ടി. തൊട്ട് തന്നെ മനസ്സിലാക്കുക, ഇതാണ് സാർ. തലയോട് നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന വാക്കല്ല. നിങ്ങൾ 9ാം ക്ലാസ്സിൽ തലയോട് കേട്ടിട്ടുണ്ട്, സ്കള് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കേട്ടിരിക്കുന്നത്? അസ്ഥി വ്യവസ്ഥയിൽ, ഓർമ്മ വരുന്നതായിരിക്കും. അസ്ഥി വ്യവസ്ഥയിൽ കേന്ദ്ര അസ്ഥികൂടത്തിന്റെ ആക്സിയൽ സ്കെലറ്റൻ, അതിന്റെ ഭാഗമായി നിങ്ങൾ തലയോട് പഠിച്ചിട്ടുണ്ട്, സ്കള് പഠിച്ചിട്ടുണ്ട്. സ്കള് എന്ന് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഒറ്റ എല്ലല്ല, 26ഓളം കുഞ്ഞസ്ഥികൾ ചേർത്താണ് തലയോട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ സംരക്ഷണം എന്ന ധർമ്മം ശരിയായി നിർവഹിക്കാനുള്ള ഒരു അനുകൂലനമാണ് ഈ സംവിധാനം. കാരണം ഒരെല്ലായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക്, ഒരു തകരാറ്, ഒരു പൊട്ടൽ സംഭവിച്ചാൽ അത് എല്ലായിടത്തേക്കും ചിതറിപ്പോവാനുള്ള സാധ്യത കൂടുതലാകുമായിരുന്നു. എന്ന് പറയുമ്പോൾ തലച്ചോറിന് അപകടമേൽക്കാനുള്ള സാധ്യത താരതമ്യേന കൂടും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞു കുഞ്ഞു എല്ലുകൾ ചേർത്തുണ്ടാക്കിയതായതുകൊണ്ട് ഒരെല്ലിന് സംഭവിക്കുന്ന, ഒരു ഭാഗത്ത് സംഭവിക്കുന്ന ഇഞ്ചുറി, അപകടം അതിന്റെ ചുറ്റുപാടും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോവുള്ളൂ. കണ്ടിന്യൂസ് അല്ലല്ലോ. അങ്ങനെ ഒരു സംരക്ഷണ ധർമ്മം ഈ ഒരു സംവിധാനത്തിന് ഉണ്ട് എന്നാണ്. എന്തായാലും തലച്ചോറിനെ ബാഹ്യമായിട്ടുണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് വ്യക്തമായി സംരക്ഷിക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കവചമാണ്, അസ്ഥി നിർമ്മിതമായ കവചമാണ് തലയോട് അഥവാ സ്കൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തായിട്ട് 3 പാളികളോട് കൂടിയ രണ്ടാമത്തെ ഒരു സംവിധാനം കാണുന്നുണ്ട്. അതിന്റെ പേര് മെനിഞ്ചസ് എന്നാണ്. മെനിഞ്ചസ്.
3 ലെയേർഡ് മെംബ്രേനിയസ് കവറിംഗ് ഓഫ് ബ്രെയിൻ. മെംബ്രേനിയസ് ആണ്, സ്തരനിർമ്മിതമായ മൂന്ന് പാളികളാൽ നിർമ്മിതമായ മെനിഞ്ചസ് എന്നൊരു സംരക്ഷണ സംവിധാനം കൂടി തലച്ചോറിനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെയും ഉള്ളിലായിട്ടാണ് എന്ത് കാണുന്നത്, തലച്ചോറ് കാണുക. മെനിഞ്ചസിന് 3 പാളി ഉണ്ടെന്ന് പറഞ്ഞു നമ്മള്. 3 പാളികൾക്കിടയിലായിട്ട്, ഈ മെനിഞ്ചസിന്റെ പാളികൾക്കിടയിലായിട്ട് ഒരു ദ്രാവകം കാണുന്നുണ്ട്. ഈ ദ്രാവകത്തിന്റെ പേര് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF എന്നാണ്. മെനിഞ്ചസിന്റെ സ്തരപാളികൾക്കകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ദ്രവം എന്ന് പറയുന്നത്. ഇത് തലച്ചോറിലൂടെ ഒഴുകുന്ന രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്ന് ഊർന്നിറങ്ങി ഉണ്ടാകുന്ന ദ്രാവകമാണ്. അതുപോലെ ഉണ്ടാകുന്ന അതേ അളവിൽ ഇത് തിരികെ രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. രക്തത്തിൽ നിന്ന്, തലച്ചോറിനെ പൊതിയുന്ന രക്തക്കുഴലുകളിൽ നിന്ന് മെനിഞ്ചസിന്റെ സ്തരപാളികളിലേക്ക് ഊർന്നിറങ്ങുകയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതേ അളവിൽ തിരികെ ആകിരണം ചെയ്യപ്പെടുന്നതുമായ ദ്രാവകമാണ് CSF. അപ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മെനിഞ്ചസിന്റെ സ്തരപാളികൾക്കകത്ത് ഈ ദ്രാവകത്തിന്റെ അളവ് എങ്ങനെയായിരിക്കും? സ്ഥിരമായിരിക്കും, തുല്യമായിരിക്കും. ഇത് കോൺസ്റ്റന്റ് ആണ്. ഏതുപോലെ? കണ്ണിലെ അക്വസ് അറയിലെ അക്വസ് ദ്രവം പോലെ. എന്തുകൊണ്ട് കോൺസ്റ്റന്റ് ആകുന്നു? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതേ അളവിൽ തിരികെ പോകുന്നുണ്ട്. അപ്പൊ രണ്ടും കൃത്യമായതുകൊണ്ട് മെനിഞ്ചസിന്റെ സ്തരപാളികൾക്കിടയിൽ എപ്പോഴും ഒരേ അളവ് CSF ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തലയോടിനകത്തെ മർദ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? മർദ്ദം ഉണ്ടാക്കുന്ന ദ്രാവകമാണല്ലോ. ഇവിടുത്തെ ദ്രാവകം ഏതാണ്? CSF ആണ്. CSF ഉണ്ടാക്കുന്ന മർദ്ദം എപ്പോഴും കൃത്യമായിരിക്കും, സ്ഥിരമായിരിക്കും. കാരണം ദ്രാവകത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ. ദ്രാവകത്തിന്റെ അളവിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം മർദ്ദത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. തലയോടിനകത്ത് മർദ്ദം ക്രമീകരിക്കുകയാണ് CSFന്റെ ഒന്നാമത്തെ ധർമ്മം. CSF തലയോടിനകത്ത് മർദ്ദം ക്രമീകരിക്കുന്നു. 2, CSFന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം തലച്ചോറിന്റെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷകങ്ങളെയും നൽകുക. കാരണം ഈ ഊർന്നിറങ്ങുന്ന ദ്രാവകം ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നാണ്. രക്തത്തിലുള്ള ഓക്സിജനും പോഷകങ്ങളും ഒക്കെ ദ്രാവകത്തിലുണ്ടാവും. ആ ദ്രാവകത്തിൽ നിന്ന് തലച്ചോറ് എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷകങ്ങളെയും ആഗിരണം ചെയ്യുന്നു. It supplies the nutrients and oxygen for the activities of brain tissues. That is the second function of CSF. ഇനി ഇത് ഉൾപ്പെടുന്ന മെനിഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട് നോക്കൂ. നമുക്ക് ഇപ്പൊ തലയോട് എന്തെങ്കിലും കാരണവശാൽ തലയോട് ബ്രേക്ക് ചെയ്തു തരുന്നത്, പൊട്ടിപ്പോകുന്നത്. തലയോട് പൊട്ടിപ്പോയാൽ ആ പൊട്ടിപ്പോയതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇഞ്ചുറി നേരെ എവിടെ എത്തുക? മെനിഞ്ചസിന്റെ ഒന്നാമത്തെ പാളിയിലേക്കാണ്. ഒന്നാമത്തെ പാളിയിൽ നിന്ന് രണ്ടാമത്തെ പാളിയിലേക്ക്, ഒന്നാമത്തെയും രണ്ടാമത്തെയും പാളികൾക്കിടയിൽ എന്തുണ്ട്? CSF കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു ദ്രാവകത്തിലൂടെയാണ് ഇഞ്ചുറി ഷോക്ക് വരുന്നത്. ദ്രാവകത്തിലൂടെ ആ ഷോക്ക് സഞ്ചരിക്കുമ്പോൾ അതിന്റെ ശക്തി കുറയും. എങ്ങനെ? നിങ്ങൾ വെള്ളത്തിനടിയിൽ പോയി ഒരു കുളത്തിൽ മുങ്ങി, 2 സുഹൃത്തുക്കൾ മുങ്ങി നിന്നുകൊണ്ട് തല്ലുകൂടുക. ഒരാൾ മറ്റൊരു സുഹൃത്തിന്റെ മുഖത്ത് ആഞ്ഞടിക്കുക. വെള്ളത്തിനകത്ത് നിന്നാണ്. ആഞ്ഞടിക്കുമ്പോൾ അടിച്ചാൽ വേദന വളരെ കുറവായിരിക്കും, ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നമ്മൾ അപ്പൊ നമ്മൾ അല്ലാത്ത സമയത്ത് അടിക്കുന്നത് പോലെ വെള്ളത്തിനടിയിൽ നിന്ന് അടിച്ചെത്തുവോ? ഇല്ല. എന്തുകൊണ്ട് എത്തുന്നില്ല? നമ്മുടെ കൈയിന്റെയും സുഹൃത്തിന്റെ മുഖത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? ദ്രാവകമുണ്ട്. അപ്പൊ ആ ദ്രാവകം ഉള്ളതുകൊണ്ട്, ആ ദ്രാവകം പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ട് അടിയുടെ ആഘാതത്തിന്റെ ശക്തി കുറയുന്നു. അതാണ് സംഭവിക്കുക. ഇനി രണ്ടാമത്തതിൽ നിന്ന് മൂന്നാമത്തിലേക്ക് എത്തുമ്പോഴും അവിടെ എന്തുണ്ട്? CSF ഉണ്ടല്ലോ. അപ്പൊ ആഘാതം വീണ്ടും കുറയും. ഇനി മാത്രമേ ഇത് എങ്ങോട്ട് എത്തുകയുള്ളൂ? മസ്തിഷ്കത്തിലേക്ക്, ബ്രെയിനിലേക്ക് എത്തുള്ളൂ. അപ്പം ബ്രെയിനിലേക്ക് തലയോടിലേറ്റ അടിയുടെ അതേ ശക്തിയിൽ ബ്രെയിനിലേക്ക് എത്തുമോ? ഇല്ല. അത് മിനിമൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട് മെനിഞ്ചസും CSFും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇതാണ് തലച്ചോറിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്തു വയ്ക്കുക, തലച്ചോറിന്റെ അസ്ഥി നിർമ്മിതമായ ബോണി കവറിംഗ് ആണ് സ്കൾ ഓർ ക്രാനിയം ഓർ തലയോട്ടി എന്ന് പറയുന്നത്. സ്ഥലനിർമ്മിതമായ ആവരണമാണ്, മെംബ്രേനിയസ് കവറിംഗ് ആണ് എന്ത്? മെനിഞ്ചസിന്റെ സ്തരപാളികൾക്കകത്ത് CSF, സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുകയും ചെയ്യും. ഇത്ര നമുക്ക് തലച്ചോറിന്റെ സംരക്ഷണ സംവിധാനം പറയാനുള്ളത്. ഇതിനോട് ചേർത്തുകൊണ്ട്
നമുക്ക് ഹെൽമെറ്റ് ഇടാൻ നമ്മളിപ്പോ നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആർക്ക്? ഓടിക്കുന്ന ആൾക്ക് മാത്രമല്ല, പിറകിലിരിക്കുന്ന ആളുകൾക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കി. ആ നിയമം സർക്കാർ കോടതി ഉണ്ടാക്കിയ സമയത്ത് നമ്മളത് അത്ര സുഖത്തോടു കൂടിയല്ല എതിരേറ്റ്, നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം പിറകിലിരിക്കുന്ന ആളുകൾക്കും ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടണം. ഇരിക്കുന്ന ആള് തന്നെ ഹെൽമെറ്റ് ഇടുന്നത് ഒരു ശല്യപ്പാടാണ്, പോലീസിനെ പേടിച്ചുകൊണ്ട് കിടന്നത്. ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുന്നത്. ഇനിയിപ്പോ ഈ രണ്ട് സംരക്ഷണ സംവിധാനങ്ങളും തകർന്നുകൊണ്ട് തലച്ചോറിലേക്ക് ഒരു അപകടം എത്തുന്നത് എപ്പോഴാണ്? അത്തരത്തിലുള്ള ഇഞ്ചുറി ഏൽക്കുമ്പോഴാണ്. അങ്ങനെ വലിയൊരു വീഴ്ച വീഴുന്ന സമയത്ത് തലയോട് പൊട്ടിപ്പോവാം, മെനിഞ്ചസിന് അപകടം ഏൽക്കാം, തലച്ചോറിന് അപകടം ഏൽക്കാം. അങ്ങനെ വലിയൊരു അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉയർത്തുന്ന വീഴ്ചകളാണ്, വലിയ വീഴ്ചകളാണ്. ആ വീഴ്ചകൾക്കുള്ള ഒരു സാധ്യത ഏതാണ്? ഈ ഇരുചക്ര വാഹനങ്ങളിലെ യാത്രയാണ്. ഹെൽമെറ്റ് ഇടാതെ പോകുന്ന സമയത്ത് തല റോഡിലൊന്ന് അടിക്കുകയും സ്കള്ള് തലയോട് പൊട്ടുകയും മെനിഞ്ചസിന് അപകടം പറ്റുകയും തലച്ചോറിനെ ക്ഷതമേൽപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് ഇടുന്നത്. ഹെൽമെറ്റ് ഇട്ട് വീഴുന്ന സമയത്ത് ഷോക്ക് ആദ്യം എത്തുന്ന എവിടെയാണ്? ഹെൽമെറ്റിലാണ്. ഹെൽമെറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്കള്ളിലേക്ക് എത്തൂ, തലയോടിലേക്ക് എത്തൂ. അപ്പോ ഹെൽമെറ്റ് നമുക്ക് വേണ്ടിയുള്ളതാണ്, തലച്ചോറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പിറകിലിരിക്കുന്ന ആളുടെ ജീവനും മുന്നിലിരിക്കുന്ന ആളുകളുടെ ജീവനോളം പ്രാധാന്യം അറിയിക്കുന്നു. മുന്നിലിരിക്കുന്ന ആളെക്കാളും അപകട സാധ്യത കൂടുതൽ പിറകിലിരിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് അവരെയും കൂടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോടതി ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമം നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സാ അറിഞ്ഞ് അത് അനുസരിക്കാം. ഓക്കെ, ഞാൻ കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് തലച്ചോറിന്റെ ഘടന ഒന്ന് വരയ്ക്കാം. സാധാരണ വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെ നോക്കാം. വളരെ സിമ്പിളായിട്ട് തലച്ചോറിന് വരയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ പല രീതിയിൽ തലച്ചോറിന് വരയ്ക്കാം നമുക്ക്. ഞാൻ എന്റെ ഒരു രീതിയിൽ തലച്ചോറിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്റെ ഒരു രീതിയിൽ തലച്ചോറ് ഇത്രയാണ്. നമുക്ക് ഈ സിലബസ് പ്രകാരം പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെയും വ്യക്തമായിട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ ചിത്രമുള്ളത്. നോക്കൂ, ഏതൊക്കെയാണ് ഭാഗങ്ങൾ? ഒന്നാമത്തെ ഭാഗം, പഠിക്കാനുള്ള ആദ്യ ഭാഗം സെറിബ്രം. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര് സെറിബ്രം. രണ്ടാമത്തെ ഭാഗം ഇതാണ്, ഇവിടുന്ന് വരുന്നത്. രണ്ടാമത്തെ ഭാഗത്തിന്റെ പേര് സെറിബെല്ലം. സെറിബെല്ലം. മൂന്നാമത്തെ ഭാഗം ഇതാണ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ. പേര് പറഞ്ഞു ഓർത്ത് വയ്ക്കുക, മെഡുല്ല ഒബ്ലാങ്കേറ്റ. 4 ഇവിടെയാണ് തലാമസ്. 5 തൊട്ട് താഴെ ഹൈപ്പോ തലാമസ്. ഹൈപ്പോതലാമസ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ് മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. ദ മെയിൻ പോർഷൻസ് ഓഫ് മെയിൻ പാർട്സ് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത് ഓരോന്നും നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നോക്കൂ, ഒന്ന് സെറിബ്രം. ഒരു 4-5 പോയിന്റുകളായിട്ട് സെറിബ്രത്തിന്റെ പ്രത്യേകത ഓർത്ത് വയ്ക്കുന്നു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ബ്രെയിൻ. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്, ലാർജസ്റ്റ് പോർഷൻ. ശരിക്കും നമ്മൾ തലച്ചോറിനെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ, ഒരാളുടെ തലച്ചോറിന് മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആകെ കാണാവുന്നത് സെറിബ്രം മാത്രമാണ്. ഞാൻ പറഞ്ഞ സെറിബ്രം മാത്രമാണോ? അല്ല, സെറിബെല്ലം ഉണ്ട്, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസും ഹൈപ്പോതലാമസും, ഇനിയും ഒരുപാട് ഭാഗങ്ങളുണ്ട്. സെറിബ്രൽ വെൻട്രിക്കിള്, പോൺസ്, കോർപ്പസ് കലോസം, അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ വേറെയുണ്ട് ഇവിടെ. പക്ഷെ അത്തരം ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് അത്രയും ഭാഗങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ആകപ്പാടെ കാണുന്നത് സെറിബ്രം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മറ്റു അവയവങ്ങളെ ഒക്കെ ആവരണം ചെയ്തുകൊണ്ട്, കവർ ചെയ്തുകൊണ്ട് ഈ സെറിബ്രം കാണപ്പെടുന്നു. അത്രമാത്രം വലിപ്പമുണ്ട് സെറിബ്രം, ചെറുതല്ല. കാണേണ്ട വസ്തുത, തലച്ചോറ് എന്ന് പറയുന്നത് തല മൊത്തം അല്ലല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലല്ലോ നമുക്ക്. പുരികത്തിന്റെ ഈ ഭാഗത്തിന്റെ മുകളിലേക്കാണ് തലച്ചോറുള്ളത്. അതിനകത്താണ് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ കാണുന്നത്.
അതിലേറ്റവും വലുതാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം വലിച്ചു നീട്ടിയാൽ കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കും, കുറച്ച് നീളവും വീതിയൊക്കെ ഉള്ള സാധനമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അങ്ങനെ നീളവും വീതിയും ഒക്കെ ഉള്ള സെറിബ്രത്തെ നമ്മുടെ കുഞ്ഞു തലയോടിനകത്തേക്ക് ഒതുക്കി വെക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യം എന്താണ്? ഇപ്പൊ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ, ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ആൻസർ ഷീറ്റ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിന് എടുക്കുക. ഈ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് ഇത് എത്രയും വലുപ്പമുണ്ടല്ലോ, ഇതിനെ നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് ആരും കാണാത്ത രീതിയിൽ ഒതുക്കി നിർത്തുക. മനസ്സിലായോ? ഇതിനെ ഇനി പുറത്താരും കാണാത്ത രീതിയിൽ നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കണം ന്യൂസ് പേപ്പറിന്. എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഇങ്ങനെ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ചെയ്തു നമ്മള് ഇപ്പം പുറത്തൊരാളും കാണാത്ത രീതിയിലേക്ക് ആ പേപ്പർ, വലിയൊരു പേപ്പർ എന്റെ കൈയുടെ ഉള്ളിൽ ഒതുങ്ങിപ്പോയി ആയല്ലോ. പക്ഷെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ആക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പേപ്പർ എന്ത് സംഭവിച്ചേ? ഇത് ചുക്കി ചുളിഞ്ഞ് ചെറുതായി അല്ലെ? ഇതിന് ഒരുപാട് മടക്കുകളും ചുളിവുകളും വന്നല്ലോ. ഇതാണ് സെറിബ്രത്തിന്റെ കേസ്. സെറിബ്രത്തിൽ ധാരാളം മടക്കുകളും ചുളിവുകളും ഉണ്ട്. എങ്ങനെ ഉണ്ടായതാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ തലയോടിനകത്തേക്ക് വലിയ സെറിബ്രത്തെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് ധാരാളം, അല്ലാതെ നിവർത്തി വെക്കാൻ പറ്റില്ല, ഇങ്ങനെ വെക്കാൻ പറ്റൂ. നിവർത്തി വെക്കുമ്പോൾ അത്രയും വലിയ തലയോട് വേണ്ടി വരും. അപ്പൊ നമ്മുടെ രൂപം മാറും, അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യം കുറയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ശരീരം ഒതുക്കമുള്ള ശരീരമാക്കി മാറ്റാൻ വേണ്ടിയാണ് സെറിബ്രത്തെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയത്. സോ സെറിബ്രത്തിൽ ധാരാളം ഫോൾസ് ആൻഡ് there are so many folds and convolutions are there. എവിടെ? സെറിബ്രത്തിൽ ഒരുപാട് മടക്കുകളും ചുളിവുകളും കാണുന്നുണ്ട്. അത് അതിന്റെ ഘടനാപരമായ രണ്ടാമത്തെ പ്രത്യേകത. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം മടക്കുകളും ചുളിവുകളും കാണുന്നു. എന്തിനാണ് ഈ മടക്കുകളും ചുളിവും? അപ്പൊ ഇത് ഇത്ര വലിപ്പേ ഉള്ളൂ അല്ലല്ലോ. ഇത് നിവർത്തിയാൽ വലിയ സാധനമായി മാറി. ഇതുപോലെയാണ് സെറിബ്രവും. നിവർത്തുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ടാവും. അപ്പൊ ഈ മടക്കുകളും ചുളിവുകളും ഫോൾസ് ആൻഡ് കോൺവല്യൂഷൻസ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ഉപരിതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കുന്നു. നീളവും വീതിയും കൂട്ടാൻ സഹായിക്കാതെ. നീളവും വീതിയും കൂടുന്നതിന് എന്തിനു വേണ്ടിയാണ്? നീളവും വീതിയും കൂടുന്നതിനനുസരിച്ച്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സെറിബ്രം ക്യാൻ ഇൻക്ലൂഡ് മോർ ആൻഡ് മോർ ന്യൂറോൺസ്. അതിനുവേണ്ടിയാണത്. കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ, ഒരു അനുകൂലനമാണ് ഈ ഫോൾസ് ആൻഡ് കോൺവല്യൂഷൻസ്, മടക്കുകളും ചുളിവുകളും. ന്യൂറോണിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് എന്താ നമുക്ക് നേട്ടം? ന്യൂറോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബ്രെയിൻ കപ്പാസിറ്റി, മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ശേഷി കൂടുന്നു. അതാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്പർ ഓഫ് ന്യൂറോൺസ് ഓഫ് ദ സെറിബ്രം. How it possible? By increasing the surface area of the cerebrum. സെറിബ്രത്തിന്റെ സർഫസ് ഏരിയ കൂട്ടി കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു. ഇതാണ് രണ്ടാമത്തെ പദ്ധതി. 3, കോർട്ടെക്സ് ഓഫ് സെറിബ്രം. ഒരു അവയവത്തിന്റെ പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല്ല എന്നുമാണ് പറയാം. ഓർത്തു വയ്ക്കുക, പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല്ല. കോർട്ടെക്സ് ഓഫ് സെറിബ്രം, സെറിബ്രത്തിന്റെ കോർട്ടെക്സ് ഗ്രേ മാറ്ററിനാലും മെഡുല്ല വൈറ്റ് മാറ്ററിനാലും നിർമ്മിതമാണ്. കോർട്ടെക്സിൽ ഗ്രേ മാറ്ററും മെഡുല്ലയിൽ വൈറ്റ് മാറ്ററുമാണ്. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും എന്നാൽ എന്ത് എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായി പറഞ്ഞു. അവിടെ മറ്റുള്ള ഇനി വരുന്ന എപ്പിസോഡുകളിലേക്ക് ഇത് വേണ്ടി വരും എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. കോർട്ടെക്സ് ഗ്രേ മാറ്ററിനാലും മെഡുല്ല വൈറ്റ് മാറ്ററിനാലും നിർമ്മിതമാണ്. എവിടെ? സെറിബ്രത്തിൽ. അപ്പൊ 3 പോയിന്റ് ആണ് സെറിബ്രത്തിന്റെ സ്ട്രക്ചറൽ പർട്ടിക്കുലാരിറ്റി ആയിട്ട് ഓർക്കേണ്ടത്. എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ബ്രെയിൻ. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ആൻഡ് ദ സെക്കൻഡ് വൺ എന്താണ്? സോ മെനി ഫോൾസ് ആൻഡ് കോൺവല്യൂഷൻസ്. ഒരുപാട് മടക്കുകളും ചുളിവുകളും കാണുന്നു. ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കാൻ വേണ്ടി. 3, കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല്ല വൈറ്റ് മാറ്ററുമാണ്. ഇനി ഫംഗ്ഷൻ. ഇറ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് കൺട്രോൾ ഓൾ വോളണ്ടറി ആക്ഷൻസ്. വോളണ്ടറി, നമ്മുടെ ഇച്ഛാനുസരണം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. വോളണ്ടറി എന്ന് പറയുമ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക കേന്ദ്രം സെറിബ്രമാണ്. ഒന്ന് വിസ്തരിക്കും നമുക്ക്. കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു.
ഇവോക്ക് സെൻസേഷൻസ്. എല്ലാ സെൻസേഷൻസിനൊക്കെ കാരണം സെറിബ്രമാണ്. നോക്കൂ, നമ്മള് ഫ്രം ഐ ടു ദ ബ്രെയിൻ, കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് ഇമ്പൾസസ് പോകുന്നു. തലച്ചോറാണ് പറയുന്നത് എന്താണ് കാണുന്നത് എന്ന്. തലച്ചോറിലേക്ക് എന്ന് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഇമ്പൾസസ് ഫ്രം ദ ഐ ട്രാൻസ്ഫേർഡ് ടു ദ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് സെറിബ്രം. തലച്ചോറ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? സെറിബ്രത്തിലേക്കാണ്. ചെവിയിൽ നിന്ന് സെറിബ്രത്തിലേക്ക്, മൂക്കിൽ നിന്ന്, നാക്കിൽ നിന്ന്, ത്വക്കിൽ നിന്നൊക്കെ എങ്ങോട്ടാണ്? ടു ദ സെറിബ്രം. അപ്പൊ ഈ ഇന്ദ്രിയാനുഭവങ്ങൾ, സെൻസറി ഓർഗൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫീലിംഗ്സ്, സെൻസേഷൻസ് ഉണ്ടാക്കുന്ന ആരാണ്? സെറിബ്രമാണ്. ഇനി മറ്റൊന്ന്, ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത തുടങ്ങിയവയുടെ കേന്ദ്രവും സെറിബ്രമാണ്. സെന്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ എക്സെട്ര. ഓർമ്മ, മെമ്മറി, തോട്ട്, ഇമാജിനേഷൻ എക്സെട്ര. ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത എന്നിവയുടെ കേന്ദ്രവും സെറിബ്രമാണ്. എന്ന് പറയുമ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന സകല ഗുണങ്ങളുടെയും കേന്ദ്രസ്ഥാനം ആണല്ലോ ഓർക്കാനുള്ള കഴിവ്, ഭാവനയിൽ കാണാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മറ്റു ജീവജാലങ്ങൾക്ക് മേൽ നമുക്ക് അധീശത്വം നൽകുന്നത്. മാസ്റ്റർ ഓഫ് ദ വേൾഡ്, ലോകത്തിന് നായകനായി നമ്മെ മാറ്റുന്ന ഇത്തരം ഗുണങ്ങളാണ്. കാഴ്ചയും കേൾവിയും മണവും രുചിയൊക്കെ എല്ലാവർക്കും ഉണ്ട്, നമ്മളെക്കാളും ഉണ്ട്. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ഒരുപാട് കപ്പാസിറ്റീസ് നമുക്കുണ്ട്. ആ കപ്പാസിറ്റീസിന്റെ സെന്റർ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. ഇങ്ങനെ പഠിക്കാം. 5 പോയിന്റ്. അപ്പൊ ഒന്നെന്താണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ, ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ്. ഹാവ് സോ മെനി ഫോൾഡ്സ് ആൻഡ് കോൺവല്യൂഷൻസ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ധാരാളം മടക്കുകളും ചുളിവുകളും ഉണ്ട്, അത് സർഫസ് ഏരിയ കൂട്ടുന്നതിന് സഹായിക്കുന്നു. 3, കോർട്ടെക്സ്, ഗ്രേ മാറ്ററും മെഡുല്ല വൈറ്റ് മാറ്ററുമാണ്. ഓക്കെ. 4 ഫംഗ്ഷൻ, ഇറ്റ് കൺട്രോൾ ആൾ വോളണ്ടറി ആക്ഷൻസ്, എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. എന്നാൽ ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത തുടങ്ങിയ ഗുണങ്ങളുടെ കേന്ദ്രം, ഇറ്റ് കൺട്രോൾ ദ അബിലിറ്റീസ് ലൈക്ക് തോട്ട്, ഇമാജിനേഷൻ, മെമ്മറി എക്സെട്ര. ആൻഡ് 5, കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം തുടങ്ങിയവയെ നിയന്ത്രിക്കുക, തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതും സെറിബ്രമാണ്. ഇറ്റ് ഇവോക്സ് സെൻസേഷൻസ് ലൈക്ക് സൈറ്റ്, സ്മെല്ല്, ടേസ്റ്റ്, ഹിയറിംഗ് എക്സെട്ര. ഇതിനൊക്കെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മസ്തിഷ്ക കേന്ദ്രമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. സെറിബ്രം മൊത്തമായി എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നു എന്നല്ലല്ലോ. പകരം ഓരോ എബിലിറ്റിയെയും കൺട്രോൾ ചെയ്യുന്നതിന് സെറിബ്രത്തിൽ ഓരോരോ പോർഷൻസ് ഉണ്ട്. അതായത് സെന്റർ ഓഫ് തോട്ട്, സെന്റർ ഓഫ് ഇമാജിനേഷൻ, സെന്റർ ഓഫ് തിങ്കിങ്, സെന്റർ ഓഫ് വിഷൻ, സെന്റർ ഓഫ് തേഴ്സ്റ്റ്, സെന്റർ ഓഫ് ടേസ്റ്റ്. കാഴ്ചയ്ക്ക് ഒരു കേന്ദ്രം, ഓർമ്മിക്കാൻ വേറെ, മണത്തറിയാൻ വേറെ, സ്പർശിക്കാൻ വേറെ. ഇവിടുന്നൊക്കെ ഇപ്പം ഫ്രം ദ ഐ ദ ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ദ സെറിബ്രം. അല്ലാതെ അങ്ങോട്ട് പറഞ്ഞേക്കല്ല. സെറിബ്രത്തിൽ കാഴ്ചയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കേന്ദ്രമുണ്ട്, അങ്ങോട്ടാണ്. ഗന്ധത്തെ, സ്മെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന കേന്ദ്രം തൊട്ടപ്പുറത്ത് വേറെയാണ്. സ്പീച്ചിന്റെ വേറെയാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ്, ഓരോ കമ്പാർട്ട്മെന്റുകളായിട്ടാണ് സെറിബ്രം നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയെയും കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയും. ഓക്കെ. 2, സെറിബെല്ലം. സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. സെറിബ്രം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലമാണ്. പിറകിലായിട്ടാണ് കാണുക. നമ്മുടെ തലയുടെ പിറകിലായിട്ടാണ് സെറിബെല്ലത്തിന്റെ സ്ഥാനം. സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ. മറ്റൊരു സ്പെഷ്യാലിറ്റി, ഇറ്റ് ഹാവ് സോ മെനി ഗ്രൂവ്സ് ആൻഡ് കോൺവല്യൂഷൻസ്. ഗ്രൂവ്സ്, ഇവിടെ മടക്കുകളും ചുളിവുകൾക്കും പകരമായിട്ട് ഗ്രൂവ്സ് ആണ്. നീണ്ട ചാലുകൾ കാണപ്പെടുന്നു, ചാലുകളും മടക്കുകളും കാണപ്പെടുന്നു. ഫോൾസ് ആൻഡ് കോൺവല്യൂഷൻസിന് പകരമായിട്ട് ഗ്രൂവ്സ് ആൻഡ് കോൺവല്യൂഷൻസ് ആണ്. അത് ചെറിയ വ്യത്യാസം സ്ട്രക്ചറിന്റെ കാര്യത്തിൽ. മറ്റൊന്ന്, കോർട്ടെക്സ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്രേ മാറ്റർ ആൻഡ് മെഡുല്ല വിത്ത് വൈറ്റ് മാറ്റർ ആസ് ഇൻ സെറിബ്രം.
സെറിബത്തിൽ പറഞ്ഞതുപോലെ തന്നെ സെറിബല്ലത്തിന്റെയും കോർട്ടെക്സ് ഗ്രേ മാറ്ററിനാലും മെഡുല്ല വൈറ്റ് മാറ്ററിനാലും നിർമ്മിതമാണ്. പുറമെ ഗ്രേ മാറ്ററും ഉള്ളില് വൈറ്റ് മാറ്ററും. ഫംഗ്ഷൻ പറയുന്നത് ഇറ്റ് കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ബാലൻസിങ് ഓഫ് ദ ബോഡി. ബോഡി ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിന്, മസിൽസിനെ, മസ്കുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബല്ലമാണ്. ബോഡി ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കേന്ദ്രമാണ് സെറിബല്ലം. അങ്ങനെയാകുമ്പോൾ സെറിബല്ലവുമായി കണക്ട് ചെയ്യപ്പെടുന്ന സെൻസറി ഓർഗൻ ഏതാണ്? ഇന്ദ്രിയം ഏതാണ്? പുറത്ത് പറയാൻ ശ്രമിച്ചു. സെറിബല്ലവുമായി കണക്ട് ചെയ്യപ്പെടുന്ന സെൻസറി ഓർഗൻ ഇയർ ആണ്. എന്തുകൊണ്ട്? ഇയർ ഈസ് ദ സെൻസറി ഓർഗൻ വിച്ച് കൺട്രോൾ ദ ബാലൻസിങ് ഓഫ് ദ ബോഡി. ബോഡി ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സെൻസറി ഓർഗൻ ഏതാണ്? ഇയർ ആണ്. ഏതൊക്കെയാണ് ഇയറിലെ പോർഷൻസ് ഓർമ്മയുണ്ടോ? വെസ്റ്റിബ്യൂൾ ആൻഡ് സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ്. So, impulses from the vestibular apparatus is carried through the vestibular nerve to the cerebellum. മനസ്സിലായോ? വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസിൽ നിന്നുണ്ടാകുന്ന ആവേഗങ്ങൾ വെസ്റ്റിബ്യുലാർ നെർവിലൂടെ എങ്ങോട്ട് പോകുന്നു? സെറിബല്ലത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇയറിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയോട് ഓർത്തു വയ്ക്കണം. സൈമൾട്ടേനിയസ്ലി അറ്റ് എ ടൈം ഇയർ കണക്ട്സ് ദ സെറിബ്രം ആൻഡ് സെറിബല്ലം. ഒരേ സമയത്ത് സെറിബ്രവുമായും സെറിബല്ലവുമായും കണക്ട് ചെയ്യപ്പെടുന്ന ഓർഗനാണ് ഇയർ. എങ്ങനെയാണത്? വെസ്റ്റിബ്യുലാർ നെർവിലൂടെ സെറിബല്ലവുമായും ഓഡിറ്ററി നെർവിലൂടെ സെറിബ്രവുമായും, അല്ലെ? ശ്രവണനാഡിയിലൂടെ സെറിബ്രവുമായും വെസ്റ്റിബ്യുലാർ നെർവിലൂടെ സെറിബല്ലവുമായും ഒരേ സമയം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സെൻസറി ഓർഗനാണ് ചെവി എന്ന് പറയുന്നത്. ഇതാണ് സെറിബല്ലം. സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. പിന്നെന്താണ്? ഗ്രൂവ്സ് ആൻഡ് കോൺവല്യൂഷൻസ് ആർ സീൻ. ചാലുകളും ചുളിവുകളും കാണുന്നുണ്ട്. ദെൻ കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല്ല വൈറ്റ് മാറ്ററുമാണ്. ഫംഗ്ഷൻ ബോഡി ബാലൻസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസ്കുലർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മെഡുല്ല ഒബ്ലോംഗേറ്റ. മെഡുല്ല ഒബ്ലോംഗേറ്റ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബയോളജിക്കൽ പോർഷൻ ഓഫ് അവർ ബോഡി എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിക്കലി ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് മെഡുല്ല ഒബ്ലോംഗേറ്റ. ബിക്കോസ് ഇതിന്റെ ഫംഗ്ഷൻസ്, അതിന്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇവിടെ സെറിബ്രത്തിന്റെയും സെറിബല്ലത്തെയും തട്ടിച്ചു നോക്കുമ്പോൾ മെഡുല്ല ഒബ്ലോംഗേറ്റയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഹിയർ ദ കോർട്ടെക്സ് ഈസ് മേഡ് അപ്പ് ഓഫ് വൈറ്റ് മാറ്റർ ആൻഡ് മെഡുല്ല വിത്ത് ഗ്രേ മാറ്റർ. മെഡുല്ല ഒബ്ലോംഗേറ്റയിൽ കോർട്ടെക്സ് വൈറ്റ് മാറ്ററിനാലും മെഡുല്ല ഗ്രേ മാറ്ററിനാലും നിർമ്മിതമാണ് എന്ന് പറയുമ്പോൾ ഇതെന്ത് കളറിൽ കാണപ്പെടുന്നു? വെള്ള നിറത്തോടു കൂടി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗേറ്റ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് ബയോളജിക്കലി ഇമ്പോർട്ടന്റ് പോർഷൻ ഓഫ് അവർ ബോഡി. എന്തുകൊണ്ടാണ് ഏറ്റവും ജീവൽ പ്രധാന ഭാഗമായി പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് കൺട്രോൾ ഓൾ ഇൻവോളണ്ടറി ആക്ഷൻസ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. എന്തൊക്കെ? റെസ്പിറേഷൻ, ശ്വസനം, ഹാർട്ട് ബീറ്റ്, കോൺട്രാക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഇതുപോലെയുള്ള വളരെ ജീവനുമായി വളരെ പ്രധാനമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല്ല ഒബ്ലോംഗേറ്റയാണ്. ശ്വസനവും ഹൃദയസ്പന്ദനവും ഒക്കെ ജീവനോട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓർക്കാവുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുകൊണ്ടാണ് മെഡുല്ല ഒബ്ലോംഗേറ്റയ്ക്ക് അതിനെ നമ്മൾ എന്ത് പരിഗണിക്കുന്നത്? ബയോളജിക്കലി ഇമ്പോർട്ടന്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത്. പിറകുവശത്താണ് ഇതിന് സ്ഥാനം കേട്ടോ. സെറിബല്ലത്തിന്റെ താഴത്തേക്കാണ് വരിക. ഇതിനേൽക്കുന്ന ഇഞ്ചുറി പെട്ടെന്നുള്ള ഡെത്തിന് കാരണമായേക്കാം. ബിക്കോസ് ഇതിന് ഇഞ്ചുറി ഏറ്റാൽ റെസ്പിറേഷനും ഹാർട്ട് ബീറ്റും ഒക്കെ തകരാറിലാവുകയും ആസ് എ റിസൾട്ട് ദർ ഇസ് എ ചാൻസ് ഫോർ ദ ഡെത്ത് ഓഫ് ദ ബോഡി പേഴ്സൺ, അയാളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് തലാമസ്. സ്ഥാനം ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. തലാമസ് പിന്നെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. ഇറ്റ് റിലേസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. റിലേ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്കും ടു ആൻഡ് ഫ്രം ദ സെറിബ്രം, സെറിബ്രത്തിൽ നിന്നുമുള്ള
ഇമ്പൾസസിന്റെ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം, റിലേ ഓഫ് ട്രാൻസ്മിഷൻ. അതിന് സഹായിക്കും. എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ വിവിധ ബോഡി പാർട്സിൽ നിന്ന്, കണ്ണും മൂക്കും ചെവി ഇതൊക്കെ എന്തോ ആവും, അങ്ങനെ വിവിധ ബോഡി പാർട്സിൽ നിന്നും ഉണ്ടാകുന്ന ഡിഫറെന്റ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ സെറിബ്രം ത്രൂ ദ തലാമസ്, only through the thalamus. So thalamus is the entrance of the cerebrum. സെറിബ്രത്തിലേക്കുള്ള കവാടമാണ്, എൻട്രൻസ് ആണ് തലാമസ്. തലാമസിലൂടെ മാത്രമേ സാധാരണഗതിയിൽ അവയവങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റൂ, സെറിബ്രത്തിലേക്ക് പോകാൻ പറ്റൂ. ഇനി സെറിബ്രത്തിന്റെ മറുപടികളും അത് തന്നെയാണ്. ഇതിലൂടെ മാത്രമേ സെറിബ്രത്തിന്റെ മറുപടികളും വരാൻ പറ്റൂ. അതാണ് വിവിധ ബോഡി പാർട്സിൽ നിന്ന് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്കുമുള്ള ഇമ്പൾസസിന്റെ റിലേ ഓഫ് ട്രാൻസ്മിഷൻ. റിലേ ഓഫ് ട്രാൻസ്മിഷൻ, റിലേ എന്താണ്? ഒരാൾ മാത്രമല്ല 400 മീറ്റർ ഓടുക. ഒരു ബാറ്റണുമായിട്ട് ഒരാൾ ഓടുന്നു, 100 മീറ്റർ കഴിയുമ്പോഴേ ബാറ്റൺ അടുത്ത കൈമാറും. അതുകൊണ്ടാണ് റിലേ എന്ന് പറയുന്നത്. ആ റിലേ എന്തുകൊണ്ട് നമുക്ക് ഒരു കണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു ഇമ്പൾസ്, ഒരു ആവേഗം ഇവിടുന്ന് വന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? തലാമസിന് കൊടുക്കുകയാണ്. തലാമസിന് കൊടുക്കുക, തലാമസ് അത് തടഞ്ഞു വയ്ക്കുക. ഇത് തലാമസ് അതിനെ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ സെറിബ്രത്തിലേക്ക് കൊടുക്കൂ. സെറിബ്രം തരുന്ന മറുപടികളെയും ഇവിടെ വെച്ച് അനാലിസിസിന് വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തുക. അതുകൊണ്ടാണ് റിലേ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്, ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയാം. മനസ്സിലായല്ലോ? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. റിലേ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതിനോട് ചേർത്ത് ഓർക്കേണ്ട ഒരു കാര്യം, പെയിൻ കില്ലേഴ്സ്, നമ്മൾ നാർക്കോട്ടിക്സ് കഴിക്കുന്ന സമയത്ത്, വേദന സംഹാരികൾ, തലവേദനയ്ക്കോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേദന കുറയാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ മരുന്ന് പ്രവർത്തിക്കുക ഇവിടെ തലാമസിലാണ്. എന്നിട്ട് തലാമസിലൂടെ സെറിബ്രത്തിലേക്ക് പോവേണ്ട പെയിൻ ഇമ്പൾസസിനെ തൽക്കാലം തടയും. പെയിൻ അറിയണമെങ്കിൽ, പെയിൻ ഫീൽ ചെയ്യണമെങ്കിൽ, വേദന അറിയണമെങ്കിൽ ആരറിയണം? സെറിബ്രം അറിയണം. ആ ഇമ്പൾസ് സെറിബ്രത്തിലേക്ക് എത്തണം. നിങ്ങൾ ടീച്ചറെ ചൂരിലൂടെ അടി കിട്ടുന്ന സമയത്ത് ചൂരില് കൈവെള്ളയിൽ വീഴുമ്പോൾ കൈവെള്ളയിലെ ന്യൂറോൺസ് അതിന് റിസീവ് ചെയ്യും. ടച്ച് ആണല്ലോ, ടച്ച് അല്ലേ, അതൊരു സ്റ്റിമുലേഷൻ ആണ്. ആ സ്റ്റിമുലേഷൻ നമ്മുടെ കൈവെള്ളയിലുള്ള ന്യൂറോൺസ് റിസീവ് ചെയ്യും. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, കൈവെള്ളയിലെ ന്യൂറോൺസിൽ ചോദ്യം ചോദിക്കുകയാണ്, എന്റെ മുകളിൽ എന്തോ വീണിട്ടുണ്ട്, ഒരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഇമ്പൾസ് ആയിട്ട് പോകുന്നത്. ആ ഇമ്പൾസ് നേരെ എങ്ങോട്ട് പോകുന്നു? ബ്രെയിനിലേക്ക്. ഏതിലൂടെ? തലാമസിലൂടെ. ബ്രെയിനാണ് പറയുന്നത് അത് ചൂരലാണ്, അത്യാവശ്യം നല്ല ശക്തിയിൽ വീണിട്ടുണ്ട്, അതുകൊണ്ട് വേദനയ്ക്കൽ നിർബന്ധമാണ് എന്ന വിവരം നമ്മുടെ മറുപടി എത്തുമ്പോഴാണ് വേദനയ്ക്ക്. ഇനി കുറെ സമയമൊന്നും വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ സമയം വേണ്ട. പക്ഷെ അതിന്റെ പ്രോസസ്സ്, ബയോളജിക്കൽ പ്രോസസ്സ് അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ പെയിൻ ഇമ്പൾസസ് എവിടെ തടയപ്പെടുന്നു? തലാമസിൽ തടയപ്പെടുന്നു. എപ്പോഴും? നാർക്കോട്ടിക്സ്, വേദനാ സംഹാരികൾ കഴിക്കുന്ന സമയത്ത്. ഇങ്ങനെ കാലാകാലമല്ല, ആ വേദനാ സംഹാരിയുടെ ഗാഠത അവിടെ ഉള്ളിടത്തോളം കാലം വേദന കുറയും. പൂർണ്ണമായിട്ട് ഇല്ലാക്കാൻ പറ്റില്ല. പിന്നീട് ഇതിന്റെ ഗാഠത കുറയുമ്പോൾ സ്വാഭാവികമായി വേദന പിന്നീടുണ്ടാവും, അത് വേറെ കാര്യം. എന്തായാലും വേദനാ സംഹാരികൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? തലാമസിലാണ് പ്രവർത്തിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പല ഇമ്പൾസസും തലാമസിലൂടെ സെറിബ്രത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. തലാമസ് വിടായിട്ടാണ്. കാരണം അങ്ങനെ മുഴുവൻ ഇമ്പൾസസും സെറിബ്രത്തിലേക്ക് പോയാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. എല്ലാം കേട്ടാൽ എന്താ അവസ്ഥ? ഉറങ്ങുമ്പോൾ നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ശബ്ദം ഉണ്ടാകുന്നില്ല എന്നല്ല, ഉണ്ടാകുന്ന പല ശബ്ദവും നമ്മൾ കേൾക്കുന്നില്ല എന്നാണ്. ആ കേൾക്കാത്തതിന്റെ കാരണം എന്താണ്? അത്തരം ശബ്ദ തരംഗങ്ങളൊക്കെ ആര് തിരിച്ചുവിടുന്നു? തലാമസ് തിരിച്ചുവിടുന്നു. അതുകൊണ്ടാണ് നിദ്രാവേളകൾ നമുക്ക് ഒരുവിധം ശബ്ദവും നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ, ഹൈപ്പോ തലാമസ്. തലാമസിന്റെ താഴെ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ തലാമസിന്റെ താഴെ. അതുകൊണ്ടാണ് പേര് ഹൈപ്പോ തലാമസ് ആയിരിക്കുന്നത്. ഒറ്റ വാക്കിൽ ഏറ്റവും ചെറിയ മസ്തിഷ്ക കേന്ദ്രമാണ് ഹൈപ്പോ തലാമസ്. ഏറ്റവും ചെറുതാണ്. ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. കാരണം മൂന്നാമത്തെ പാഠത്തിൽ വളരെ വിശദമായി നമുക്ക് ഹൈപ്പോ തലാമസിന് പൂർവാധികം ശക്തിയോടെ പഠിക്കാനുണ്ട്. വിട്ടുകളയല്ല നമ്മൾ. അപ്പൊ ഇവിടെ ഒറ്റ വരിയിൽ ഒതുക്കുകയാണ്. ഹൈപ്പോ തലാമസ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാറ്റിസ് ഓഫ് ദ ബോഡി. ഹോമിയോസ്റ്റാറ്റിസ്, ആന്തര സമസ്ഥിതി പരിപാലനമാണ് ഹൈപ്പോ തലാമസിന്റെ ധർമ്മം. ആന്തര സമസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് ഉള്ളില് ഉള്ള ഓരോ ഘടകത്തിനും ഒരു നിശ്ചിതമായ അളവ് വെച്ചിട്ടുണ്ട്. വെള്ളമാണെങ്കിലും ഷുഗർ ആണെങ്കിലും കാൽസ്യം ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും എന്തായാലും ഒക്കെ ഇത്ര അളവിലാണ് വേണ്ടത്. ആ അളവ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുവെങ്കിൽ ആ അവസ്ഥയാണ് ഹോമിയോസ്റ്റാറ്റിസ്, ആന്തര സമസ്ഥിതി.
അപ്പൊ അതിലെന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ആരിടപെടും? ഹൈപ്പോതലാമസ് ഇടപെടും, എന്നിട്ട് അത് നേരെയാക്കും. അങ്ങനെ നേരെയാക്കുകയാണ് ഹൈപ്പോതലാമസിന്റെ പണി. അതെങ്ങനെയാണ് നേരെയാക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൽ വിശദമായി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇത്രേ പഠിക്കുന്നുള്ളൂ. ഹൈപ്പോതലാമസ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാറ്റിസ് ഓഫ് ദ ബോഡി. മനുഷ്യ ശരീരത്തിന്റെ ആന്തര സംസ്ഥിതി പരിപാലിക്കാൻ സഹായിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ്, ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയും. ഇത്രയാണ് നമുക്ക് മസ്തിഷ്കത്തിന്റെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവ വരയ്ക്കാനുണ്ടാവും. അതും കൂടെ ശ്രദ്ധിക്കണം. വരച്ച് ഓർമ്മയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്, ശ്വസനത്തെ നിയന്ത്രിക്കുന്ന ഭാഗം, അങ്ങനെയാണ് അത് ചോദിക്കുക. അപ്പൊ അത് സ്ഥാനം കൂടെ കണ്ടുവയ്ക്കുക. ഓക്കെ. അപ്പൊ തലച്ചോറിന്റെ ഘടനയും അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളും നമ്മൾ ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു കഴിഞ്ഞു. വിശദമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മനസ്സിലായിട്ട് ഇല്ലാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുക. കാരണം പിന്നീട് ചെയ്യുന്ന വീഡിയോകൾക്ക് അതൊരു പ്രചോദനമായി തീരും. എന്തെങ്കിലും പോരായ്മകളുണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്നിട്ട് നിർബന്ധമായും അത് കമന്റ് ചെയ്യണം. ഓക്കെ. ഈ എപ്പിസോഡ് ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.